കുറേ പേരെ വിളിക്കുന്നു അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവന് എത്രയെന്ന് പറഞ്ഞ ആണ് എല്ലാവർക്കും വരാൻ പറ്റുക. യുവിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആ ഫംഗ്ഷൻ വരണം എന്ന് എനിക്കൊരു ആഗ്രഹമുള്ളത് കാരണമാണ് നമ്മൾ സൺഡേക്ക് തന്നെ പ്ലാൻ ചെയ്തത്. ഇതൊക്കെ അവൻ ആലോചിക്കും. നമ്മൾ പല സെലിബ്രിറ്റികളെയും കണ്ടിട്ടുണ്ട്, പല സെലിബ്രിറ്റികൾക്കും മക്കളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു സെലിബ്രിറ്റിയെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞിനെ സ്വന്തം വീട്ടുകാരെടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാരെടുത്താൽ മാത്രം സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സെലിബ്രിറ്റിയെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ 2 അമ്മമാരുടെ വീഡിയോ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു നാടൻ അമ്മയുമുണ്ട്, ഒരു മോഡേൺ മമ്മിയുമുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം കാണേണ്ടത് ഈ നാടൻ അമ്മയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യുന്നത് കാരണം സൺഡേ ആണ് എല്ലാവർക്കും വരാൻ പറ്റുക. യുവിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആ ഫംഗ്ഷൻ വരണം എന്ന് എനിക്കൊരു ആഗ്രഹമുള്ളത് കാരണമാണ് നമ്മൾ സൺഡേക്ക് തന്നെ പ്ലാൻ ചെയ്തത്. ഇതൊക്കെ അവൻ ആലോചിക്കുക ഓർക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ഒട്ടും ഓർക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഞാനിത് ഒരിക്കലും മറക്കാനും പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സിൽ ഒന്ന് തന്നെയാണ് ജൂലൈ 17. അപ്പോൾ ഇത് ഏറ്റവും സ്പെഷ്യലായി തീർക്കണം. നാളെ എനിക്ക് യുവിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ കാണിച്ചെടുക്കണം. എടാ മോനെ കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ഇത്ര അമ്മയും അച്ഛനൊക്കെ എക്സൈറ്റഡ് ആയിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എന്നുള്ള വീഡിയോസ് ഒക്കെ എനിക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കിടക്കട്ടെ. നിങ്ങളെല്ലാവരും യുവിനെ പ്രേയേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ മനസ്സുണ്ടെങ്കിലും ഒന്ന് വിഷ് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ നാടൻ അമ്മ. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ അത് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരമ്മ. ആ അമ്മ ആഗ്രഹിക്കുന്നത് എല്ലാവരെയും വിളിച്ചു കൂട്ടി തൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും ഉണ്ടാവണം. ആ ഒരു സന്തോഷത്തെക്കുറിച്ചിട്ടാണ് ഈ അമ്മ പങ്കുവെക്കുന്നത്. ഇനി ഒരു മോഡേൺ മമ്മിയുടെ ഒരു ആഗ്രഹം കൂടി നമുക്ക് കണ്ടു നോക്കാം. കുറേ പേരെ വിളിക്കുന്നു അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവന് എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ പാർട്ടീസ് ഒക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പം അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ ഏറ്റ പരിപാടി, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷെ ഇതിപ്പോ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയാ, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അശ്വിനാവുന്നൊക്കെ മാറ്റിവിടും. അപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ 3 പേരും എവിടെയെങ്കിലും ഇപ്പം ബേബി ഇച്ചിരി വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ് ഓക്കെ അവന്റെ ബർത്ത്ഡേ ഇപ്പം അവന് വേണ്ട കേക്ക് അങ്ങനെ വേണം, അവനെ ടോയ്സ് അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ, എന്റർടൈൻമെന്റ് ആവട്ടെ എന്ന് വിചാരിക്കും. എങ്ങനെ ഇരിക്കുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞ മോഡേൺ മമ്മി. അതായത് തൻ്റെ കുഞ്ഞിനെ ആരും എടുക്കാൻ പാടില്ല, തൻ്റെ കുഞ്ഞിനെ ഭർത്താവിൻ്റെ വീട്ടുകാരായാലും ആരും എടുക്കരുത്, അയ്യോ അത് കുഞ്ഞിന് അങ്ങനെയാണ്, അത് കുഞ്ഞിന് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു മോഡേൺ മമ്മി. അപ്പോൾ ഇവർ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഫാമിലിയിൽ ആരെങ്കിലും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പറയുമ്പോഴാണ് നമ്മളൊക്കെ അതിനെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് കുഞ്ഞിനെ കാണിക്കണ്ടെങ്കിൽ കാണിക്കണ്ട, പക്ഷെ അതെന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളുന്നത്? ഇമാതിരി ചീഞ്ഞ വർത്താനം പറയുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തു പോകും. അല്ലാതെ ഇവരുടെ അടുക്കളയിൽ കയറി പറയുന്ന കാര്യങ്ങൾ കണ്ട് ഷൂട്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നോ വലിയ വീരവാദത്തോടെ എന്തോ വലിയ സംഭവമാണ്, ഏതാണ്ടൊക്കെ ആണ് എന്നുള്ള രീതിയിൽ ഇവർ വന്ന് തള്ളുന്ന തള്ളാണ്. കുഞ്ഞിനെ ബർത്ത്ഡേക്ക് അധികം ആരെയും വിളിക്കുന്നില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, കുഞ്ഞിനെ ഇങ്ങനെ എടുക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ലോകത്ത് ആർക്കും കുഞ്ഞുണ്ടാവാത്ത രീതിയിലാണ് ഇവരുടെ വർത്തമാനങ്ങൾ. അതുപോലെ തന്നെയായിരുന്നു പ്രസവ സമയത്ത് ഇവർ കാട്ടിക്കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ. എന്തിന് കുഞ്ഞിനെ മുലയൂട്ടുന്നതിനെ പോലും ഇവർ വിവാദമാക്കിയിട്ടുണ്ട്. മുലപ്പാൽ വർദ്ധിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മാടയാണ് കോടയാണ് എന്നും പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ട്, കുഞ്ഞിനെ മുലയൂട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം നമ്മളൊക്കെ എന്തോ അത്ഭുതം പോലെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ലോകത്താരും പ്രസവിക്കാത്ത, ലോകത്താരും മുലയൂട്ടാത്ത, ലോകത്താരും കുഞ്ഞുങ്ങളെ വളർത്താത്ത ഒരു രീതിയാണ് ഇവർ കാണിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പലരും ഇത് സോഷ്യൽ മീഡിയയിൽ എടുത്ത് റിയാക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. കാരണം ലോകത്ത് ഒരു വീട്ടിൽ നടക്കാത്ത കാര്യങ്ങളാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. കൃഷ്ണകുമാർ, ഭാര്യ, അതുപോലെ തന്നെ ഈ മക്കൾ, ഇത്രയും പേരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ നിരന്തരം വരുന്നത് പതിവായിട്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും
കൂടുതൽ അധികമായിട്ടും ഈ ദിയാകൃഷ്ണയാണ്. ദിയാകൃഷ്ണയുടെ കല്യാണത്തോടു കൂടെയാണ് ഇതുപോലെയുള്ള വിചിത്രമായിട്ടുള്ള ആചാരങ്ങൾ നമ്മൾ കാണുന്നത്. ഇപ്പം കുഞ്ഞുണ്ടായതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്. അപ്പം ഇതിനെ ഒത്തിരി ആൾക്കാർ ഇവരുടെ തന്നെ ഫോളോവേഴ്സ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. കാരണം തനിക്ക് എന്താ കുഞ്ഞുങ്ങളില്ലേ, ഞങ്ങളാരും കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, ഞങ്ങളാരും കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടില്ലേ എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ട്. സാധാരണ നമ്മളൊരു കുഞ്ഞുണ്ടാകുമ്പോൾ, ഒരു വീട്ടിലൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അത് സ്വന്തം നമ്മുടെ വീട്ടിലാണേലും ഭർത്താവിൻ്റെ വീട്ടിലാണേലും അവർക്കൊക്കെ തുല്യ അവകാശമാണ്. അവകാശം മാത്രമല്ല, അവർക്കൊക്കെ വലിയൊരു നിധി കിട്ടുന്ന പോലെയാണ് ഒരു കുഞ്ഞിനെ കിട്ടുന്നത്. അതിനെ സ്നേഹിക്കുക, അതിനെ താലോലിക്കുക, അതിനെ കൊണ്ട് നടക്കുക, ഇതൊക്കെ അവരുടെ സ്വപ്നങ്ങളാണ്. അത് ഇവിടെ ഈ അശ്വിൻ്റെ വീട്ടുകാർക്ക് ഇത് നിഷേധിച്ച പോലെയാണ് ഈ ദിയാകൃഷ്ണയുടെ ഓരോ പ്രവർത്തികളും. ഇപ്പം തന്നെ ബർത്ത്ഡേ വന്നപ്പോഴത്തേക്ക് അശ്വിൻ്റെ വീട്ടുകാരെ അകറ്റി നിർത്തുന്ന രീതിയിലാണ്. എന്നിട്ട് പറഞ്ഞ ഒരു വാക്കാണ് നമുക്ക്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പലർക്കും ദഹിക്കാത്തത്. കുഞ്ഞിനെ അങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ പിന്നെ കുഞ്ഞിനെ തരില്ല. എല്ലാവരും സ്നേഹത്തോടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും, എടുത്തുകൊണ്ട് പോയി കൊഞ്ചിച്ച് ലാളിച്ച് എന്നിട്ട് നമ്മുടെ കയ്യിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് തരും. അതൊക്കെ ഒരു സന്തോഷമാണ്. അത് അവർക്കും ഒരു സന്തോഷമാണ്, നമുക്കും ഒരു സന്തോഷമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ കൊഞ്ചിക്കുമ്പോഴും ലാളിക്കുമ്പോഴും അത് നമുക്ക് സന്തോഷം തന്നെയാണ്. ആ സ്നേഹം, ആ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന വാത്സല്യമാണത്. അതിനെയാണ് ഇവിടെ ദിയാകൃഷ്ണ വേറൊരു രീതിയിലേക്ക് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയാൽ പിന്നെ കുഞ്ഞിനെ കിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പം അതിനെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുറച്ച് മുന്നേ വരെ ഈ സിന്ധു കൃഷ്ണ, ദിയാകൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണയുടെ അമ്മയും ഇവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ ഫാമിലി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും മക്കൾ ഇതുപോലെയുള്ള കോപ്രായങ്ങളും വിവരക്കേടും എഴുന്നള്ളിക്കുമ്പോൾ മുതിർന്നവരായിട്ടുള്ളവർ പറഞ്ഞു കൊടുക്കും. അമ്മമാരോ അച്ഛന്മാരോ ബന്ധുക്കളോ ഒക്കെ പറഞ്ഞു കൊടുക്കും. ഇവർക്കാരും പറഞ്ഞു കൊടുക്കാനില്ലേ? പിന്നെ വീട്ടിലുള്ള എല്ലാം ഈ സൈക്കോ കേസുകളാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അശ്വിൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. അവരുടെ ഒരു ഗതികേട്, പിന്നെ ബാക്കി എന്തോ ആയിക്കോട്ടെ അവരുടെ ലൈഫ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പോലും ഇതുപോലെ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയുന്ന ദിയാകൃഷ്ണയോട് സഹതാപം തോന്നുകയാണ്. സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ് നാട്ടുകാരാണല്ലോ കൊണ്ട് നടക്കുന്നത്. ഇവരെയൊക്കെ ഇങ്ങനെ സെലിബ്രിറ്റി പട്ടം കൊടുത്ത് കൊണ്ട് നടക്കുന്നവരോടാണ് പറയുന്നത്. ഇവരുടെയൊക്കെ വീഡിയോ കാണുന്നവർ വെറുതെ എന്ത് കാര്യത്തിലാണ് ഇവരുടെയൊക്കെ വീഡിയോ കണ്ട് ഇവർക്കൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിക്കൊടുത്ത്, ഫോളോവേഴ്സിനെ കൂട്ടിക്കൊടുത്ത്, വ്യൂസ് കൂട്ടിക്കൊടുത്ത് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഇവർ സമൂഹത്തിന് അല്ലെങ്കിൽ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരുന്നത്? സ്വന്തം കുഞ്ഞിനെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കാണിക്കാത്ത, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാത്ത, അല്ലെങ്കിൽ എടുത്താൽ പിന്നെ തിരിച്ച് തരില്ല, ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയുന്ന ഇവരുടെയൊക്കെ വീഡിയോയ്ക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും ഒരു കോമാളി രൂപത്തിലാണ് പല വീഡിയോസും കൊണ്ട് പങ്കുവെക്കുന്നത്. അതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങളാണ് ഇവരുടെ വായിൽ നിന്നും എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.